ചൈനീസ് കോളർ വെട്ടുമ്പോൾ എല്ലാവർക്കും ഒരു സംശയമാണ് ഇതിൻ്റെ ഷേപ്പ് എങ്ങനെ ക്ലിയർ ചെയ്യുമെന്ന്. ഇതുപോലെ സ്ക്വയർ പീസ് എടുത്തിട്ട് അങ്ങനെ സൈഡിൽ നിന്ന് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. ആ 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് അത് 2 ഇഞ്ച് ആയതുകൊണ്ട് ആ മാർക്ക് കൊടുത്തോലെ തന്നെ ഒരു 2 ഇഞ്ചും ഇവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച്. എന്നിട്ട് നമ്മുടെ അയൺ ബോക്സ് എടുക്കുക. അയൺ ബോക്സ് എടുത്ത് നമ്മൾ മാർക്ക് ചെയ്യണം. ഇങ്ങനെ ഇതിങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ സൈഡിലേക്കൂടെ ഒരു വര വരയ്ക്കും. ഇങ്ങനെ വര വരച്ചതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 1 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഈ ആദ്യം പോലെ സ്ക്വയർ പീസിൻ്റെ അവിടെ നിന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്താൽ നമുക്ക് കൃത്യമായ ഇത് കിട്ടും. ആ മരയേക്കൂടെ 1 ഇഞ്ച് മാർക്ക് ചെയ്യും. 1 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് വെട്ടിയെടുത്താൽ വക്രം വെട്ടി നമ്മൾ ഒട്ടിച്ചൊക്കെ വരുമ്പോൾ ഒരു 1 ഇഞ്ചും പോയിൻറ്റും ഒരു 1.25 വരാം. ഇതിൻ്റെ ചെറിയ മാറ്റങ്ങൾ വരുത്തി വീതി കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ നമുക്ക് ചെയ്യാം. ഇത് നോർമലി നമുക്ക് പെട്ടെന്ന് ഈ ഒരു ഷേപ്പ് നെക്ക് വെട്ടുമ്പോഴത്തേനും കറക്റ്റായിരിക്കും. അത് നമുക്ക് റൗണ്ടും ആക്കാം, സ്ക്വയറും ആക്കാം, എങ്ങനെ വേണമെങ്കിലും ആക്കാം. നമുക്കൊന്ന് വെട്ടി നോക്കാം. ഇങ്ങനെ തന്നെ നിങ്ങൾ വെട്ടിയാൽ ഷേപ്പ് വളരെ ഭംഗിയായിട്ടിരിക്കും. ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഞാനിത് വളരെയധികം പരീക്ഷിച്ച് വിജയിച്ച് ഒരുപാട് ഗുണമില്ല. എനിക്കും സംശയമായിരുന്നു എങ്ങനെയാണ് ഇത് ഷേപ്പോ കാര്യങ്ങളൊക്കെ. പിന്നെ ഇങ്ങനൊരു മാർഗ്ഗം നോക്കി വളരെയധികം ഈസിയായിരിക്കും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വലിയ ബുദ്ധിമുട്ടെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിസ്സാരമായിട്ട് നമുക്ക് ചെയ്യാനുള്ള വീഡിയോകൾ ഞാൻ ഇനിയും ചെയ്യുന്നുണ്ട്. എത്രത്തോളം ഈസിയായിട്ട് നമുക്ക് റൗണ്ടാക്കണം, ഈസിയായിട്ട് റൗണ്ടാക്കാം. തിരിച്ചെടുക്കുക, കത്രിക നോർമലി ഒരു റൗണ്ട് കൊടുക്കുക കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനിയും പുതിയ വീഡിയോ ആയി കാണാം. ഓക്കെ.